സ്നേഹം നിറഞ്ഞ പനിക്കരച്ച, എൻ്റെ പേര് വത്സമ്മ. ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് ഈ കത്ത് എഴുതുന്നത്. ഈയിടെയായിട്ട് ഭർത്താവ് ജോലിക്ക് പോകുന്നില്ല. നല്ല ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. ഞങ്ങളെ എല്ലാവരെയും നന്നായി നോക്കിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. ഈയിടെയായി ജോലിക്ക് പോകാതെ പെട്ടെന്ന് പണം ഉണ്ടാക്കുവാൻ വേണ്ടി ഒരു കൂട്ടുകാരനുമായി ചേർന്ന് ഏതോ ചാത്തൻ സേവ നടത്തുന്ന സ്ഥലത്തേക്ക് പോയതായി എനിക്ക് നിർദ്ദേശം ലഭിച്ചു. അവിടെ പോയതിൽ പിന്നെ എന്നോടും എൻ്റെ മക്കളോടും ദേഷ്യവും പള്ളിയിലും പോകേണ്ട എന്ന് താക്കീതും ചെയ്തു. ആകെ ഞങ്ങൾ ഭയത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞു. ഞാനും എൻ്റെ മക്കളും എൻ്റെ ചേച്ചിയുടെ ഭവനത്തിൽ താൽക്കാലികമായി മാറി താമസിക്കുകയാണ്. ഇതിനെ ഒരു പ്രതിവിധി പറഞ്ഞു തന്ന അച്ഛൻ എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് വത്സമ്മ. നമ്മൾ വായിച്ചു കേട്ട ഈ കത്തിൻ്റെ ഉള്ളടക്കം, ഒരു കുടുംബനാഥൻ കുടുംബത്തെ കൂടുതൽ സമ്പന്നമാക്കാനും കുടുംബാംഗങ്ങളെ കൂടുതൽ സന്തോഷിപ്പിക്കാനും വേണ്ടി അങ്ങനെ പണമുണ്ടാക്കാനുള്ള വ്യഗ്രതയിൽ ചെന്ന് സാധന സേവാ മഠങ്ങളിലൊക്കെ ചെന്ന് പെട്ട് അങ്ങനെ ഈ കുടുംബം ഛിന്ന ഭിന്നമായി തകർന്നുകൊണ്ടിരിക്കുന്ന തകർച്ചയുടെ ഒരു ചിത്രമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ആദ്യമായിട്ട് പറയുവാനുള്ളത്, സമ്പത്തിനെക്കുറിച്ചുള്ള തെറ്റായ ആശയം ഈ കുടുംബനാഥൻ്റെ ഉള്ളിലുണ്ട്. സമ്പത്തിൻ്റെ ഉടമസ്ഥൻ ദൈവമാണെന്നും സമ്പത്ത് ദൈവം തരുന്ന ദാനമാണെന്നും ആ അറിവ് ഈ കുടുംബനാഥനില്ല. അപ്പം അതുകൊണ്ട് സമ്പത്ത് ആര് തരാമെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ വഴിയെല്ലാം വിട്ട് അവരുടെ പിന്നാലെ പോകുന്ന ഒരവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അതിനാൽ ഈ കുടുംബനാഥൻ ആദ്യമേ തന്നെ പണമെന്ന വിഗ്രഹത്തിൻ്റെ അടിമയായിട്ട് കഴിയുകയാണ്. പിന്നീടാണ് അദ്ദേഹം സാത്തൻ സേവാ മഠത്തിലൊക്കെ ചെന്ന് ചാടിയത്. പക്ഷേ അയാൾ ആരംഭത്തിൽ തന്നെ ദ്രവ്യാഗ്രഹം, പണമോഹം എന്ന വിഗ്രഹം ഈ വ്യക്തിയുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തി തിന്മയുടെ അടിമയാണ്. ആ അടിമത്വം മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഇയാളെ ഭാര്യയ്ക്കോ പിള്ളേർക്കോ മനസ്സിലായിട്ടില്ല. എന്ന് പറഞ്ഞാൽ പണമുണ്ടായാൽ മാത്രമേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ, പണമുണ്ടായാൽ മാത്രമേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ എന്ന ഒരു മാനസിക മുദ്രാവാക്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും ഉള്ളിൻ്റെ ഉള്ളിൽ. അതായത് ദൈവമല്ല രക്ഷിക്കണത്, പണമാണ് രക്ഷിക്കുന്നത്. അതെ. അപ്പോൾ പണത്തെ കേന്ദ്രമാക്കിയ ഒരു കുടുംബമായിരുന്നു അവർ. ആ സമയത്ത് ഇവരുടെ വിചാരം ഞങ്ങൾ ദൈവഭക്തരാണ് എന്നൊക്കെയാണ് അവർ വിചാരിച്ചു വെച്ചത്. എന്നാൽ ശരിക്കും ദൈവഭക്തരല്ല എന്ന്. എന്നാൽ അവർ തിന്മയുടെ അടിമത്തത്തിലാണ് അവർ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ തിന്മയുടെ അടിമത്തത്തിൽ അവർ കഴിഞ്ഞതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ആ ഒരു അവസ്ഥയിൽ അവർ പശ്ചാത്താപത്തിലേക്ക് വരികയില്ല. അപ്പം അതുകൊണ്ട് അവരെ അനുതാപത്തിലേക്ക് നയിക്കുവാനായിട്ടാണ് ദൈവം അവരെ കൈവിട്ടത്. ഈ തകർച്ച അവർക്ക് വന്നിട്ടുള്ളത്. അതെ, ദൈവം ഒരു കൈവിട്ട ഒരവസ്ഥയാണ് വാസ്തവത്തിൽ ഈ മറ്റ് മന്ത്രവാദികളുടെയൊക്കെ അടുത്ത് പോവുക എന്നത്. കാരണം അവരെ ഒരിക്കലും രക്ഷിക്കാൻ കഴിവില്ലാത്തവരുടെ അടുക്കലേക്കാണ് അവരതുവഴി കടന്നു ചെല്ലുന്നത്. നമ്മൾ ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യെശയ്യായുടെ പുസ്തകം 13-ാം അധ്യായം 17 മുതലുള്ള വചനങ്ങൾ, മനുഷ്യാത്മാക്കളെ വേട്ടയാടാൻ വേണ്ടി
എല്ലാ കൈത്തണ്ടുകൾക്കും മന്ത്രച്ചരടുകൾ നെയ്യുന്നവരും എല്ലാ വലിപ്പത്തിലുള്ളവരുടെ തലയ്ക്ക് യോജിച്ച മൂടുപടം ഉണ്ടാക്കുന്നവനുമായ സ്ത്രീകൾക്ക് ദുരിതം. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി നിങ്ങൾ എൻ്റെ ജനത്തിൻ്റെ ജീവനെ വേട്ടയാടുകയും നിങ്ങളുടെ ജീവനെ രക്ഷിക്കുകയുമല്ലേ. അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പോകുന്നവർക്കുള്ള താക്കീതാണിത്. ലേവ്യർ 20:6 പറയുന്നു, ആരെങ്കിലും മന്ത്രവാദികളെയും കൂടോത്രക്കാരുടെയും പുറകെ പോയി അന്യദേവന്മാരെ ആരാധിച്ചാൽ അവനെതിരെ ഞാൻ മുഖം തിരിക്കുകയും അവനെ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിച്ച് കളയുകയും ചെയ്യും. വളരെ ശക്തമായ മുന്നറിയിപ്പ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം നൽകുന്നുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ കുടുംബം ബൈബിൾ വായിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവർ പരമ്പരാഗതമായ ചില ഭക്തകൃത്യങ്ങളും ആചാരങ്ങളും ഒക്കെ മുഴുകി അതിൻ്റെ അർത്ഥത്തിലേക്ക് പോകുന്നു. അവിടെ യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് ഇവരാരും കടന്നു വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് ഒരുപക്ഷെ ഈ സ്ത്രീ ഭർത്താവ് സത്തന സേവയ്ക്ക് പോയതിനെക്കുറിച്ചായിരിക്കാം ഈ സ്ത്രീ പേടിച്ചിരിക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് തന്നെ പണം എന്ന വിഗ്രഹത്തെ ഹൃദയത്തിൽ പൂജിച്ച ഒരവസ്ഥയാണ് ഈ ഭാര്യയ്ക്കും ഭർത്താവിനും ഉള്ളത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി എനിക്ക് പറയുവാനുള്ളത്, ഈ സഹോദരി വന്ന് ഒരു ധ്യാനത്തിൽ വന്ന് പങ്കെടുത്ത് സ്വന്തം തെറ്റുകൾ ആ സഹോദരി മനസ്സിലാക്കട്ടെ. ഒരുപക്ഷെ ഭർത്താവിനെ ആദ്യം വിളിച്ചാൽ വരികയിലായിരിക്കും. കാരണം ഇയാൾ ഒരു അടിമത്തത്തിൽ കഴിയുകയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് മധ്യസ്ഥം വഹിച്ചുള്ള പ്രാർത്ഥന ആവശ്യമുണ്ട്. അത് ഭാര്യയ്ക്ക് ചെയ്യാൻ കഴിയും. കാരണം നമ്മൾ വായിക്കുന്നുണ്ട്, 1 കൊറിന്ത്യർ 7:14 നമ്മൾ വായിക്കുന്നുണ്ട്, ഭർത്താവ് മുഖേന ഭാര്യയും ഭാര്യ മുഖേന ഭർത്താവും വിശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ഒരു വാഗ്ദാനം ഈശോ വെച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഈ ഭാര്യയ്ക്ക് പ്രത്യാശിക്കാൻ വകയുണ്ട്. അവളൊരു ധ്യാനത്തിന് വന്ന് കൂടണം.